ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. എന്നാൽ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് 20-21 വാക്യങ്ങളാണ്. In this chapter, we can see a transition from doctrine to Christian living. രക്ഷാകരമായ ദൈവകൃപയെ വിവരിച്ച ശേഷം ക്രിസ്തു ശിഷ്യരായ നാം എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ആശയങ്ങളോട് ഇവയെ നമുക്ക് ചേർത്ത് വായിക്കാം. ലോകത്തിൻ്റെ ക്രമങ്ങൾ അനുകരിക്കരുത്, മറിച്ച് ദൈവഭാവം പ്രതിഫലിപ്പിക്കുന്നവരാകണം നാം എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്ന ലോക നിയമത്തെ മാറ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് ലോകം കണ്ട ക്രൂശീകരണത്തെ ലോകത്തിൻ്റെ രക്ഷയ്ക്കുള്ള മാർഗമാക്കി ദൈവം മാറ്റുന്നു. വലിയ നന്മയാൽ ഏറ്റവും വലിയ തിന്മയെ ജയിക്കുന്നു. ഇരുട്ടകറ്റുവാൻ ഇരുട്ടുകൊണ്ട് സാധിക്കില്ല, അതിന് വെളിച്ചം തന്നെ വേണം. നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നതിലൂടെ, വിമർശനങ്ങളെ കൃപയോടെ നേരിടുന്നതിലൂടെയും നാം ക്രിസ്തുഭാവത്തെ പങ്കുവെക്കുന്നവരാകുന്നു. ആർദ്രതയോടെയുള്ള പെരുമാറ്റം കഠിന ഹൃദയനെ പോലും ദയാലുവാക്കും. ദൈവകൃപ അനുഭവിക്കുന്ന നാം അത് പകരുന്നവരും ആയി മാറണം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. തിന്മയോട് ജയിപ്പാൻ നന്മയുടെ, സ്നേഹത്തിൻ്റെ മാർഗത്തെ നമുക്ക് സ്വീകരിക്കാം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നിന്റെ ഭാവത്തെ മറ്റുള്ളവരിലേക്ക് പകരുന്ന മാർഗങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.